PDR പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റൂ. അതെ, അതായിട്ടാണ് പ്രാഥമിക അന്വേഷണത്തിൽ അല്ലാതെ നമ്മൾ തെളിവ് എടുത്താലേ നമുക്ക് പറയാൻ പറ്റൂ. അതും ആ ആംഗിളിലും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഇല്ല, നിലവിൽ അറിവായിട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നു. ഈ ആക്രമണത്തിന് കാരണമായിട്ട് എന്താണ് പല കാരണമുണ്ട്. നമ്മൾ അത് ഇപ്പം ഈ അവസരത്തിൽ അത് പറയുന്നത് ശരിയല്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. ഇതൊരു വലിയ സംശയമായിട്ട് ഉയർന്ന കാര്യമാണ്. പ്രതി ലഹരിക്കടിമയാണ് എന്നുള്ള കാര്യം കൂടിയാണ്. പോലീസ് അത് വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷെ എങ്ങനെ ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും കൊടും ക്രൂരകൃത്യം എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യം ഉയരുമ്പോൾ ഇത് തന്നെയാണ്. ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത എങ്ങനെയുണ്ട്? 23-കാരൻ എങ്ങനെയാണ് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത? കുടുംബം ഒന്നടങ്കം കൊലക്കത്തിക്കിരയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കൊന്ന് തള്ളിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നൊക്കെ എങ്ങനെയാണ് തോന്നുക ഒരു ചെറുപ്പക്കാരന് എന്നുള്ളിടത്ത് നാട് ഞെട്ടുന്ന കാര്യമാണ്. അതിന്റെ ഉത്തരം ലഹരിക്കടിമയാണ് ഈ പ്രതി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ തരത്തിലുള്ള സംശയം നേരത്തെ വരുന്നു. കാരണം ഇതുപോലെയുള്ള കൂട്ടക്കൊലകൾ പലതും ചെല്ലുന്ന കാരണങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഒരു പുതിയ തലമുറ ഈ തരത്തിൽ ആണ് വഴി തെറ്റിപ്പോകുന്നതെങ്കിൽ എന്ത് വിലയാണ് സമൂഹത്തിന് കൊടുക്കേണ്ടി വരിക എന്നുള്ളൊരു വലിയ വിഷമം കൂടി ഈ സമയത്തുണ്ട്. ലഹരിയുടെ ഉപയോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. നാട്ടിൽ പലയിടത്തുനിന്നായി പലരിൽ നിന്നായി പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തിനാണ് പണം വാങ്ങിയത്? കോളേജ് പഠനം പകുതി വഴിയിൽ ഉപേക്ഷിച്ചത് എന്തിനായിരുന്നു? മറ്റ് തൊഴിലോ ബിസിനസ്സോ ഒന്നും ഉണ്ടാകാതിരുന്ന അഫാൻ എങ്ങനെ ഇത്രയും പണം പോയി? എന്തിന് പെൺ സുഹൃത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്നേഹിച്ച പെണ്ണിൽ നിന്ന് ഇത്രയേറെ സ്വർണം വാങ്ങിക്കുകയും പണയം വെക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ലഹരിയുടെ ഉപയോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ പണമൊക്കെ ആർക്കാണ് കൊടുത്തത്, ഇതേത് റാക്കറ്റിനാണ് എന്നുള്ള വിവരങ്ങളൊക്കെ ഇനിയും കണ്ടെത്താനിരിക്കുന്നു. ഇതിന്റെ കാതലായിട്ടുള്ള വിഷയം നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ, കാതലായിട്ടുള്ള ക്രൈം കൊലപാതകമല്ല, അതിലും വലിയ ചില കാര്യങ്ങൾ തന്നെയാണ്. വിനോദ് ചേരുന്നു. വിനോദ്, അത് സംശയമല്ല, അത് സ്ഥിരീകരിക്കുകയാണ്. ഇത്രയും വലിയ കൊലപാതക പരമ്പരക്കിടയാക്കിയത്, ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതക്കിടയാക്കിയതൊക്കെ ഈ ലഹരി ഉപയോഗം തന്നെയാണ്, ലഹരിക്കടിമയാണ് എന്ന് ഉറപ്പായും സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്, അല്ലേ? അപർണ, ഇപ്പോൾ പോലീസ് അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ലഹരി ഉപയോഗമുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതി ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്ന കാര്യം, അത് ഏത് തരത്തിലുള്ള ലഹരിയാണ് എന്നത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നുകൂടി ഇപ്പോൾ ഈ നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പുറത്തുവന്ന് അവർ വ്യക്തമാക്കിയ കാര്യമാണ്. ലഹരി ഉപയോഗിക്കുമായിരുന്നു എന്ന കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. ഈ പണത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ഇത്രയും അധികം സാമ്പത്തിക ബാധ്യത ഉണ്ടായത്? പലരിൽ നിന്നായി പണം കടം വാങ്ങിയത്. ഈ കാമുകിൽ നിന്ന് പണം കടം വാങ്ങുന്നു, മറ്റ് ബന്ധുക്കളോട് പണം ആവശ്യപ്പെടുന്നു. സാമ്പത്തിക ബാധ്യതയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കുടുംബത്തിൽ പതിവാകുന്നു. പിതാവ് 70 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടാക്കിയതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ. അദ്ദേഹത്തിന് സൗദിയിലാണ് ബിസിനസ്. പക്ഷേ അദ്ദേഹവുമായി പോലീസ് ഇപ്പോൾ ബന്ധപ്പെടുമ്പോൾ പിതാവ് പറയുന്നത് തനിക്ക് സൗദിയിൽ ബാധ്യതയുണ്ട്, എന്നാൽ നാട്ടിൽ ആ തരത്തിലുള്ള ബാധ്യതകളൊന്നും തന്നെ ഇല്ല എന്ന കാര്യമാണ്. പക്ഷേ നാട്ടിലും ബാധ്യതയുണ്ടായി, പലരിൽ നിന്നായി പണം വാങ്ങി. അത് അഫാൻ എന്ന 23-കാരൻ, ഒരു പ്രത്യേകിച്ച് കാര്യമായ തൊഴിലൊന്നും ഇല്ലാതിരുന്ന ഒരാൾ ഈ പണം എന്തിനു വാങ്ങി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ദൈനംദിന ചെലവുകൾ, അതിനപ്പുറത്തേക്ക് ഈ ലഹരി ഉപയോഗം, ഇതെല്ലാം തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോൾ പണം കണ്ടെത്താനാകാതെ വരുമ്പോൾ ബന്ധുക്കളോട് വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെടുകയും അത് കിട്ടാതെ വരുമ്പോൾ അതിന്റെ വൈരാഗ്യത്തിൽ ഈ കൊലപാതകം നടത്തിയെന്ന നിഗമനത്തിലേക്കും എത്തിച്ചേരേണ്ടി വരും. അത് ഈ പുതുതലമുറയുടെ ഒരു പ്രതീകം എന്ന് തന്നെ പറയാം. കാരണം പുതുതലമുറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയൊരു ശതമാനമല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ഉള്ള ഈ സിന്തറ്റിക് ഡ്രഗിന്റെയൊക്കെ അടിമയാകുന്ന ഒരു ശതമാനമെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമായി ഈ കേസ് മാറുകയാണോ എന്ന് നമ്മൾ ഇപ്പോൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഈ തലമുറ അത് പലപ്പോഴും രക്ഷിതാക്കളുടെ, ബന്ധുക്കളുടെ, മറ്റ് ആളുകളുടെ ഒക്കെ തന്നെ വികാരങ്ങളോ അവരുടെ ജീവിത സാഹചര്യങ്ങളോ ഒന്നും തന്നെ മനസ്സിലാക്കാതെ അവരുടെ സുഖ സൗകര്യത്തിനു വേണ്ടി, അത് പ്രത്യേകിച്ച് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഉള്ള ഒരു ജീവിതം ഏറ്റവും മോശമായ രീതിയിലേക്ക് പോവുക, തൊഴിലില്ലാതിരിക്കുക, പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുക, വീട്ടുകാരെ ഉപദ്രവിക്കുക, വീട്ടിൽ നിന്ന് പണം തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ആളുകളെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുക, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമായി ഇത് മാറുക
തുടരുകയാണോ? ഇങ്ങനെ ഒരു അരും കൊലകൾ 5 പേരെ കൂട്ടക്കുരുതി കൊടുത്തത് ലഹരിക്ക് വേണ്ടിയാണോ, ലഹരിയുടെ ഉപയോഗത്തിന് വേണ്ടിയാണോ എന്ന ഒരു സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് അങ്ങനെയെങ്കിൽ ഈ വാർത്ത ചെന്ന് നിൽക്കുക. പോലീസിന്റെ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. പ്രതി ലഹരി ഉപയോഗിക്കുമായിരുന്നു എന്ന് പറയുന്നു. ഇനി പ്രതിയുടെ കൂട്ടുകെട്ടുകൾ, സൗഹൃദങ്ങൾ, ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും വേണ്ടത്. ഫോൺ കോളുകളുടെ പരിശോധന, കാമുകിൽ നിന്ന് പണം വാങ്ങിയിരുന്നു എന്ന കാര്യം, ബന്ധുക്കളോട് പണം ആവശ്യപ്പെട്ടിരുന്നു. അമ്മുമ്മയുടെ ആദ്യം തന്നെ മോതിരം പണയം വെക്കുകയും അതിൽ നിന്ന് പണം ഉണ്ടാക്കുകയും പിന്നീട് മാല ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെ അമ്മയിൽ നിന്നാണ് ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെട്ടത്. അത് ഒരുപക്ഷെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നോ എന്ന ഒരു സംശയത്തിൽ ഇവിടേക്ക് വരികയും ഈ വീട്ടുകാരെ കൊലപ്പെടുത്തുകയും അതിനുശേഷം അലമാര കുത്തി തുറക്കാനുള്ള ശ്രമം ഉണ്ടാകുകയും ചെയ്തുവെന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ ഈ പോലീസ് നായയെ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. പ്രതി എത്തിയ വഴിയും പ്രതി വന്ന സാഹചര്യവുമൊക്കെ പരിശോധിക്കുകയാണ്. ഇവിടെ വന്ന് 20 തവണയെങ്കിലും ലത്തീഫിന്റെ മുഖത്തടിച്ചിട്ടുണ്ടാകും എന്നാണ് പോലീസ് പറയുന്നത്. 20 തവണയെങ്കിലും നെഞ്ചിന് മുകളിലാണ് ഈ അടികളെല്ലാം കൊണ്ടത്. ലത്തീഫിനെയാണ് ആദ്യം കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം അടുക്കളയിലുണ്ടായിരുന്ന ഭാര്യയെ കൊലപ്പെടുത്തുന്നു. മൽപ്പിടുത്തത്തിന്റെ ചില സൂചനകൾ ഉണ്ട്. ഈ കൊലപാതകത്തിന്റെ സാധ്യത മനസ്സിലാക്കി ലത്തീഫ് ഇത് ചെറുക്കാൻ ശ്രമിച്ചു എന്ന കാര്യം പോലീസ് കരുതുന്നു. മൽപ്പിടുത്തത്തിന്റെ ചില സാധ്യതകളുണ്ട്. സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ലത്തീഫിന്റെ ശരീരം ഉണ്ടായിരുന്നത്. ഭാര്യയുടേതാകട്ടെ അടുക്കളയിൽ കിടക്കുന്ന തരത്തിലും. ആദ്യം ലത്തീഫിനെ കൊലപ്പെടുത്തിയ ശേഷം പിന്നീട് ഭാര്യയെ കൊലപ്പെടുത്തി എന്നാണ് കരുതുന്നത്. ഇപ്പോൾ പോലീസ് നായയുമായുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത്. ഈ പ്രതി ഇവിടെ വന്നുപോയ വഴികളിലൂടെ പോലീസ് അതിന്റെ പരിശോധനകൾ തുടരുന്നു. 5 കൊലപാതകങ്ങൾ 3 ഇടങ്ങളിലായാണ് ഈ 5 കൊലപാതകങ്ങൾ നടത്തിയത്. ഏതാണ്ട് 30 കിലോമീറ്റർ സഞ്ചരിച്ച് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയം. ഇതിനിടെ 3 മണിക്കാകും ഇവിടെ കൊലപാതകം നടത്തിയതെന്നാണ് കണക്കാക്കുന്നത്. ഇവിടെ വന്നുപോയ സമയം പരിശോധിക്കുമ്പോൾ കൊലപാതകം നടന്നത് ഏതാണ്ട് ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണെന്ന് കൂടി കണക്കാക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള പരിശോധനകൾ, കണ്ടെത്തലുകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് നായയുടെ സഹായത്തോടെ ആ ഒരു പോലീസ് നായയെ ഉപയോഗിച്ചുള്ള പരിശോധന കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും ലഹരി ഉപയോഗം സ്ഥിരീകരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രധാനമായും എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം. അവർണ, അപ്പോഴും അതായത് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഒരു വലിയ വിഷയമാകുന്നു. ആസൂത്രിതമായിട്ട് നടത്തിയ കൊലപാതക പരമ്പര ഒരു വിഷയമാകുന്നു. മാത്രമല്ല ഇതെല്ലാം ചെയ്ത ശേഷം അത്രയും മാനസികമായിട്ട് ഉറപ്പുള്ള ഒരാളായിരുന്നെങ്കിൽ അതിനുശേഷം പെരുമാറുന്ന രീതി അത് വ്യക്തമാക്കേണ്ടതാണ്. അതല്ല സംഭവിക്കുന്നത്. മാനസിക അസ്വസ്ഥതയിലൊക്കെ വീണുപോകുകയാണ്, അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമം നടത്താനുള്ള നീക്കത്തിലേക്ക് വീണുപോകുകയാണ്. അതുകൊണ്ട് ഈ ആസൂത്രിതമായിട്ട് ഒറ്റയ്ക്ക് ലഹരിക്കടിമയായിട്ടുള്ള ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത്രയും കൊലപാതകങ്ങൾ ഇത്രയും കിലോമീറ്റർ ഒക്കെ സഞ്ചരിച്ച് നടത്താൻ കഴിയും എന്ന് എന്നും പോലീസ് ഫൈനലൈസ് ചെയ്യുന്നുണ്ടോ? അതോ ഇനിയും അതിലൊക്കെ പുറത്തേക്ക് വരാനുണ്ടോ പല കാര്യങ്ങളുമൊക്കെ? ഈ സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഏതൊക്കെ തരത്തിലാണ്, ഇതൊക്കെ ആരൊക്കെയാണ് ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ റാക്കറ്റ് ഇതിന്റെ പിറകിലുണ്ടോ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഈ പോലീസ് ഒരുപക്ഷെ തുറന്നു പറയുന്നുണ്ടാവില്ല ഈ സമയത്ത്. എങ്കിൽ പോലും തള്ളിക്കളയാൻ കഴിയില്ല അത്തരം സാധ്യതകൾ, അല്ലേ വിനോദ്? തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതാണ്. മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഈ യാത്രകളിൽ മറ്റാരെങ്കിലും അനുഗമിച്ചിരുന്നോ, സഹായിയായി ആരെങ്കിലും ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും ലഹരി ഉപയോഗം പോലീസ് സ്ഥിരീകരിക്കുന്നു. ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ എന്ന് പറയുന്നു. ഒരുപക്ഷെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളുടെ മാനസികാവസ്ഥയിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന 5 പേരെയൊക്കെ കൊലപ്പെടുത്തുക, 6 പേരെ ആക്രമിക്കുക, 6 പേരെ കൊലപ്പെടുത്തിയെന്ന് സ്റ്റേഷനിലെത്തി പറയുന്നുണ്ട്. ഈ 6 പേരെയും കൊല്ലാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചത്. ഇതിൽ 5 ആളുകളെ